ചമ്മന്തിക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. സാധാരണ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ പച്ചക്ക് അരച്ചെടുക്കുന്നു ദോശയ്ക്ക് എന്നുള്ളൊരു ചിന്ത നമുക്ക് സ്വാഭാവികം നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ, പച്ച തേങ്ങ അരച്ചുള്ള ചമ്മന്തി. ഈ ദോശയ്ക്ക് വേണ്ടത് തേങ്ങ, ചെറിയുള്ളി, ഉണക്കമുളക്, അതുപോലെ തന്നെ നമ്മുടെ തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള തേങ്ങ തയ്യാറാക്കാം. തേങ്ങ വറുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കതിനുള്ള തേങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് വറുത്തെടുക്കണം. ഇത് വറുത്തരച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണ് നമ്മുടെ ഈ കാരാദോശയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പെല്ലച്ചിരിക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ തന്നെയാണ് കേട്ടോ. ഞാൻ എന്നെ തന്നെ വരച്ചിട്ട് എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ എന്നെ തന്നെ വരച്ചേ ഉള്ളൂ, ഞാൻ തന്നെയാണെന്ന് ഞാൻ സ്വയം പറയുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു സംതൃപ്തിയിൽ എൻ്റെ ചെറിയ ചെറിയ കുട്ടി വികൃതികളാണ് ഇതൊക്കെ. എന്നെ വരച്ച് ഞാൻ ബോട്ടിലാക്കി കുപ്പിയിൽ ഭൂതത്തിനെ വെച്ചിരിക്കുന്നത് പോലെ ഞാൻ എന്നെ ഒരു കുപ്പിയിലാക്കി ഇങ്ങനെ കിച്ചണിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം കിച്ചൺ, അടുക്കള തന്നെയാണ്. അപ്പം കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നതും കിച്ചണിൽ തന്നെയാണ്. മൊബൈൽ യൂസ് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ കിച്ചണിൽ തന്നെയാണ്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. കുറച്ചെണ്ണ, ഒരു സ്പൂൺ എണ്ണ അത്രയോളം മതി. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പും ഉഴുന്നും നമുക്കിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മൂക്കണം. നമുക്ക് ഒത്തിരി കരിഞ്ഞു പോകേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് മൂത്ത് വേണം. എല്ലാവരും പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് മൂത്ത് വേണം. ഇപ്പോഴത്തേക്ക് നമ്മൾ ഉണക്കം വറുത്ത് കൊടുക്കണം. തണ്ട് കളഞ്ഞിട്ട് നമ്മൾ തണ്ടൊക്കെ പൊടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അധികമാരും അങ്ങനെ തണ്ടൊന്നും കളയാറില്ല, അങ്ങനെ തന്നെ എടുക്കും. പക്ഷേ നമുക്കിത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തണ്ടം കളഞ്ഞെടുക്കാം. അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ പരിപ്പിൻ്റെ ഉള്ളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്കം മുളക് കൊടുക്കാം. ഒരു 2 മുളക് കൂടുതലിടണം, കാരണം ചമ്മന്തി ആകുമ്പോൾ കുറച്ച് നമുക്ക് എരിവ് വേണമല്ലോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് നിൽക്കണം. ആ ഒരു കളർ മാറി വരും, ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ചെറിയുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇത് കിടന്ന് നന്നായിട്ട് നിൽക്കുന്നത്. നമ്മൾ തേങ്ങ ഒരു ബ്രൗൺ കളറാണ് വരെ നമുക്ക് മൂത്ത് കിട്ടണം. എങ്കിൽ ആ ഒരു ചമ്മന്തിക്ക് ആ ഒരു വറുത്തരച്ചൊരു ടേസ്റ്റ് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായി വരും. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായിരിക്കും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അരയ്ക്കാനുണ്ട്.